നമസ്കാരം. അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പ് മാച്ച് കഴിഞ്ഞു, ആഘോഷമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2030 100ാമത്തെ ആനിവേഴ്സറി മാച്ച് മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ ഇവിടേക്കായിട്ട് നടക്കാൻ പോകുന്നു. നമ്മളങ്ങനെ വലിയൊരു ആഘോഷം കഴിഞ്ഞ് ഇനി 4 കൊല്ലം കാത്തിരിക്കണം. ആ 4 കൊല്ലത്തിന് ശേഷം ആരൊക്കെ എവിടേക്ക് ഇരുന്നാണ് കാണാമെന്ന് ആലോചിക്കാൻ രസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മാച്ചിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വിശേഷത്തിനെ കുറിച്ച് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വേൾഡ് കപ്പ് മാച്ച് വളരെ ക്ലോസ് ആയിട്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കളിക്കാരൊക്കെ ഈ കളി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടെ യാതൊരു പരിസര ശുചിത്വ ബോധവും ഇല്ലാതെ ഗ്രൗണ്ടിലൊക്കെ തുപ്പിയിടുന്നത് കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ വെള്ളം കുടിക്കാനെടുത്തിട്ട് ഒരു കവളെടുത്തത് വായയിലൊക്കെ ഒന്ന് ചുഴറ്റി മുന്നെ കാണിച്ച് അതങ്ങ് തുപ്പിക്കളയും, ഗ്രൗണ്ടിൽ തന്നെ അതങ്ങ് തുപ്പിക്കളയുകയും ചെയ്യും. ഇപ്പോൾ മെസ്സിയോ റൊണാൾഡോ ഒക്കെ പോലെയുള്ള വലിയ മഹാതാരങ്ങളായിരിക്കുന്ന ആളുകൾ പോലും ഇത്തരം ഒരു നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരല്പം നിലവാരം കുറഞ്ഞ പരിപാടി ഇതൊക്കെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വളരെ രസകരമായ ചില ശാസ്ത്ര കാരണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ. ആദ്യമായിട്ട് ഈ വെള്ളം വായിലൊക്കെ ഒന്ന് ചുഴറ്റി വേണമെങ്കിൽ ഒരു ഇറക്ക് കുടിച്ച് ബാക്കിയൊക്കെ തുപ്പിക്കളയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ഇത് ഫുട്ബോൾ മാച്ചുകാർ മാത്രമല്ല, ഇപ്പം മാരത്തോൺ ഓട്ടക്കാർ പോലെ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നൊരു സംഗതിയാണ്. ഇത് ഒരു തരത്തിലുള്ള ഒരു ബ്രെയിൻ ഹാക്കിംഗ് ആണ് അവർ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് കാർബോഹൈഡ്രേറ്റ് റിൻസിങ് എന്നാണ്, കാർബ് റിൻസിങ് എന്ന് പറയുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ആ കേന്ദ്ര നാഡീവ്യൂഹത്തിനെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മളൊന്ന് മനഃപൂർവ്വം പറ്റിക്കുകയാണ് ഈ കാര്യം വഴി ചെയ്യുന്നത്. നമ്മുടെ വായിൽ, പ്രത്യേകിച്ചും നാവിലും അണ്ണാക്കിൻ്റെ ഭാഗത്തുമൊക്കെ കാർബോഹൈഡ്രേറ്റുകൾ സെൻസ് ചെയ്യാൻ പറ്റുന്ന നിരവധി റിസപ്റ്ററുകളുണ്ട്. ഇപ്പോൾ ഗ്ലൂക്കോസോ അതുപോലുള്ള എന്തെങ്കിലും പഞ്ചസാര പാനീയങ്ങളോ നമ്മുടെ വായിലേക്ക് ഒഴിക്കുമ്പോൾ ഈ റിസപ്റ്ററുകളൊക്കെ പെട്ടെന്ന് ഈ ഗ്ലൂക്കോസിൻ്റെ, പഞ്ചസാരയുടെ, ഊർജത്തിൻ്റെ വരവ് സെൻസ് ചെയ്യുകയും നമ്മുടെ തലച്ചോറിനോട് ഇതാ വലിയ തോതിലുള്ള ഊർജം, ഫ്യൂവൽ നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് തലച്ചോറിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ തലച്ചോറ് ഇതാ കൂടുതൽ ഇന്ധനം വരുന്നു, കൂടുതൽ ഫ്യൂവൽ വരുന്നു നമ്മളിലേക്ക് എന്ന് തലച്ചോറിന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് പിന്നെ തലച്ചോറിൻ്റെ സ്റ്റോക്കിലുള്ള ഊർജ്ജം മുഴുവൻ, ശരീരത്തിൻ്റെ സ്റ്റോക്കിലുള്ള ഊർജ്ജം മുഴുവനും അങ്ങ് അൺലോക്ക് ചെയ്ത് വിടുകയാണ്. ഏതായാലും ധാരാളം ഊർജ്ജം വരികയാണല്ലോ. അപ്പോൾ ഒരു കലോറി പോലും എംപ്റ്റി കലോറി ഇയാളുടെ ശരീരത്തിൽ എത്തിയിട്ടില്ല എന്ന് ആലോചിക്കണം. ആ സമയത്ത് പെട്ടെന്ന് ശരീരം അതിൻ്റെ ഈ ഊർജത്തിൻ്റെ ആ സ്റ്റോക്ക് റൂമുകളൊക്കെ തുറന്ന് ധാരാളം ഊർജം പേശികളിലേക്കൊക്കെ പമ്പ് ചെയ്യുകയും അയാളുടെ ശരീരത്തിന് പെട്ടെന്ന് ആ ക്ഷീണമൊക്കെ മാറി നല്ല ഉത്തേജനവും കളിക്കാനുള്ള ഒരു വല്ലാത്തൊരു പവറും പെട്ടെന്ന് തന്നെ അയാൾക്ക് കിട്ടുന്നു. ഇതാണ് ഈ കാർബോ റിൻസിങ്ങിൻ്റെ ഒരു മെച്ചം. ഇനി ഈ അത്ലറ്റുകളും ഓട്ടക്കാരും ഒക്കെ വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗ്രൗണ്ടിലായാലും ഓട്ടത്തിനിടയിലാണെങ്കിലും വഴിയിലൊക്കെ തുപ്പിയിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അതിലും രസകരമായൊരു ശാസ്ത്രമുണ്ട്. നമ്മുടെ കളിക്കാരും അത്ലറ്റുകളും ഒക്കെ വലിയ രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വായിൽ കൂടിയാണ് ശ്വസിക്കുക. അപ്പോൾ വായ വരണ്ടു തുടങ്ങും, ഉമിനീരിന് കട്ടി കൂടും. അപ്പോൾ ഉമിനീരിലുള്ള പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് MUC5B എന്നറിയപ്പെടുന്ന ഒരു തരം പ്രോട്ടീൻ. നമ്മുടെ ഉമിനീരിൻ്റെയും കഫത്തിൻ്റെയും ഒരു പ്രൈമറി ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയാവുന്ന ഒരു സാധനമാണ് ഈ MUC5B എന്ന് പറയുന്ന പ്രോട്ടീൻ. ഇത് നമ്മുടെ വായിലും ശ്വാസകോശത്തിലുമൊക്കെ ഒരു ഷീൽഡായും ലൂബ്രിക്കൻ്റായും ഒക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കളിക്കാരും അത്ലറ്റുകളൊക്കെ വേഗത്തിൽ ശ്വാസം എടുക്കുമ്പോൾ ഈ ഉമിനീരിലെ ജലാംശം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. അതേസമയം ഈ MUC5B എന്ന് പറയുന്ന കട്ടിയുള്ള ഈ പ്രോട്ടീൻ ഭാഗം അങ്ങനെ തന്നെ വായിൽ കിടന്ന് അത് അങ്ങനെ പതുക്കെ കട്ടിയുള്ള ഒരു ജെല്ല് പോലെ ഒരു സാധനമായിട്ട് വായിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരും. ഈ ജെല്ല് പോലെയുള്ള വസ്തു ഈ കളിക്കും തോറും വായിൽ കൂടെ ശ്വാസം എടുക്കും തോറും ഇതിങ്ങനെ കട്ടി കൂടി വരും. അത് ശ്വസിക്കാൻ പ്രയാസമാണ്. ചിലപ്പോൾ വലിയ ആഴത്തിൽ ശ്വാസം എടുക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി ചോക്കിങ്ങിന് വരെ സാധ്യതയുണ്ട്. ഈ ഹൈ ഇൻറ്റൻസിറ്റി പെർഫോമേഴ്സിനൊക്കെ അത് ഗ്രൗണ്ടിലേക്ക് തുപ്പിക്കളയുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അതിനുശേഷം അവർ ഇടയ്ക്ക് പോയി വെള്ളം ഇങ്ങനെ എന്നെടുത്ത് ചുഴറ്റി തുപ്പിക്കളയുമ്പോൾ ആ വായ് ഒന്ന് കഴുകി ക്ലീൻ ചെയ്യുന്നു, വായിൽ വീണ്ടും ജലാംശം വരുന്നു, അവർക്കൊരു ഉന്മേഷം തോന്നുന്നു. ഇതാണ് ഇത് രണ്ടിൻ്റെയും പ്രധാന കാരണങ്ങൾ.
ഇനി മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്, അത് സ്റ്റൊമക് സ്ലോഷിംഗ് എന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഹൈ ഇന്റൻസിറ്റി പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന്റെ ആ രക്തപ്രവാഹം മുഴുവനും, ശരീരത്തിന്റെ കോൺസെൻട്രേഷൻ മുഴുവനും ശ്വാസകോശത്തിലേക്കും പേശികളിലേക്കുമായിരിക്കും കൊടുക്കുക, വയറിലേക്കായിരിക്കില്ല. ആ സമയത്ത് വെള്ളം കുടിക്കുകയാണെങ്കിൽ, ഇപ്പൊ നല്ലൊരു ഒരാള് ഓടുകയോ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുകയോ ചെയ്തതിന് ശേഷം ഒരു കായിക താരം പെട്ടെന്ന് വെള്ളം കുടിക്കാൻ ഒരിക്കലും അവരുടെ ആശാന്മാർ അനുവദിക്കില്ല. നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരൊരിക്കലും ചെയ്യില്ല. അവർ ചെയ്യുന്നത് മാക്സിമം ഒരു കവള് വെള്ളം അങ്ങനെ എടുത്ത് ചുഴറ്റിയതിനു ശേഷം അത് മാത്രമേ ഇറക്കുള്ളൂ. അതിൽ കൂടുതൽ കുടിച്ചാൽ ആ വെള്ളം ആമാശയത്തിൽ തങ്ങി നിൽക്കും, ശരീരം അത് ദഹിപ്പിക്കാൻ വളരെ സാവധാനത്തിൽ തയ്യാറെടുക്കുകയുള്ളൂ. അതൊക്കെ കിടക്കുന്നത് ഓട്ടത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ മറ്റ് കായിക പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴോ വയറ്റിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതയുണ്ടാക്കും. അതിനാണ് ഈ സ്ലോഷിംഗ് എന്ന് പറയുന്നത്. ഈ സ്ലോഷിംഗ് ഒഴിവാക്കാനും കൂടിയിട്ടാണ് അവർ ഈ പഞ്ചസാര പാനീയം എടുത്ത് തലച്ചോറിനെയും ശരീരത്തിനെയും മനഃപൂർവ്വം കബളിപ്പിച്ചതിന് ശേഷം തുപ്പിക്കളയുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഏതെല്ലാം തരത്തിലാണ് ചില ചെറിയ ശാസ്ത്ര സത്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.